ഹലോ ഗൈസ്, വെൽക്കം ടു മൈ സ്റ്റുഡിയോ. ഒടുവിൽ തോൽവിയിൽ നിന്നും അങ്ങനെ കരകയറിയിട്ടുണ്ട് ഹാർദിക് പാണ്ഡ്യയുടെ മുംബൈ ഇന്ത്യൻസ്. വാങ്കഡെ സ്റ്റേഡിയത്തിൽ നടന്ന തങ്ങളുടെ സീസണിലെ 4ാം റൗണ്ട് പോരാട്ടത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ വിജയിച്ചതോടുകൂടി സീസണിലെ തങ്ങളുടെ ആദ്യ പോയിൻ്റ് അക്കൗണ്ട് തുറക്കാനും മുംബൈക്ക് സാധിച്ചിട്ടുണ്ട്. വാങ്കഡെ സ്റ്റേഡിയത്തിൽ നടന്ന 4ാം റൗണ്ട് പോരാട്ടത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെ 29 റൺസിനാണ് മുംബൈ ഇപ്പോൾ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിനിറങ്ങിയ മുംബൈ ഒരു മികച്ച ബാറ്റിംഗ് പ്രകടനമാണ് കാഴ്ചവെച്ചത്. 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 234 റൺസ് എടുത്തപ്പോൾ മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഡൽഹി ക്യാപിറ്റൽസിനെ ഒരു ഭേദപ്പെട്ട ചേസിലേക്ക് നീങ്ങുമെന്ന് തോന്നിച്ചതിന് ശേഷം കീഴടങ്ങുകയായിരുന്നു. 20 ഓവർ 8 വിക്കറ്റ് നഷ്ടത്തിൽ 205 റൺസ് വരെ DC ബാറ്റ് ചെയ്തെത്തിയിട്ടുണ്ട്. ഓപ്പണിങ്ങിൽ രോഹിത് ശർമ്മ, ഇഷാൻ കിഷൻ സഖ്യത്തിൻ്റെ ഒരു മികച്ച അർദ്ധ സെഞ്ചുറി പാർട്ട്ണർഷിപ്പ് ഉണ്ടായിരുന്നു. 82 റൺസാണ് ഇരു താരങ്ങളും ഓപ്പണിങ്ങിൽ അടിച്ചു കൂട്ടിയത്. മുംബൈക്ക് വേണ്ടി 27 പന്തിൽ 49 റൺസ് രോഹിത് ശർമ്മ അടിച്ചിട്ടുണ്ട്. ഒപ്പം 21 പന്തിൽ 45 റൺസുമായി ടിം ഡേവിഡും 23 പന്തിൽ 42 റൺസുമായി ഇഷാൻ കിഷനുമാണ് മുംബൈയുടെ ടോപ്പ് സ്കോറർമാർ. ഒപ്പം അവസാന ഓവറുകളിൽ വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ച സീസണിൽ മുംബൈക്ക് വേണ്ടി അരങ്ങേറിയ 10 പന്തിൽ 39 റൺസ് അടിച്ച റൊമാരിയോ ഷെഫേർഡിൻ്റെ വെടിക്കെട്ട് ഇന്നിങ്സാണ് അവസാന ഓവറുകളിൽ മുംബൈയുടെ ടോട്ടൽ 200-ന് മുകളിലേക്ക് എത്തിച്ചത്. DCക്ക് വേണ്ടി അക്സർ പട്ടേൽ, ആൻഡ്രസ് നോർക്ക എന്നിവർ 2 വിക്കറ്റ് വീതവും ഖലീൽ അഹമ്മദ് 1 വിക്കറ്റും നേടിയിട്ടുണ്ട്. ഡൽഹി ക്യാപിറ്റൽസിന് ഇന്നിങ്സും വിജയപ്രതീക്ഷ ഉണർത്തിയതിന് ശേഷമായിരുന്നു അവർ കീഴടങ്ങിയിട്ടുള്ളത്. ട്രിസ്റ്റൻ സ്റ്റബ്സ് 4ാമനായി ക്രീസിലെത്തിയ ട്രിസ്റ്റൻ സ്റ്റബ്സിന് ഒരു വെടിക്കെട്ട് പ്രകടനം തന്നെ ഇന്ന് വാങ്കഡെ സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചു. 25 പന്തിൽ 71 റൺസ് എടുത്ത് താരം പുറത്താകുന്ന നിൽപ്പുണ്ടായിരുന്നു. ഒപ്പം പൃഥ്വി ഷാ 66-ഉം അഭിഷേക് പോറൽ 41 റൺസും നേടിയിട്ടുണ്ട്. മുംബൈക്ക് വേണ്ടി ജെറാൾഡ് കോറ്റ്സി 4 ഓവറിൽ 34 റൺസ് വഴങ്ങി 4 വിക്കറ്റ് നേടിയിട്ടുണ്ട്. ജസ്പ്രീത് ബുംറ 2-ഉം റൊമാരിയോ ഷെഫേർഡ് 1 വിക്കറ്റും നേടിയിട്ടുണ്ട്. സീസണിലെ മുംബൈയുടെ ആദ്യ വിജയമാണ്. നമുക്കറിയാം, കളിച്ച 3 മത്സരങ്ങളിലും പരാജയപ്പെട്ട മുംബൈ സീസണിൽ തങ്ങളുടെ ഒരു അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. ഇപ്പോൾ DCക്കെതിരെ ഒരു മികച്ച വിജയത്തോടു കൂടി. മുംബൈയുടെ അടുത്ത മത്സരം ഇനി റൈവൽറി വീക്കിൽ ഏപ്രിൽ 11-ാം തീയതി റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ ഇതേ മൈതാനത്ത് തന്നെ മുംബൈയുടെ ഹോം മത്സരമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.